പിടിച്ച ഉടനെ ഞാൻ ഇവരോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിമാരായിട്ടാണ്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അനിയത്തിമാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്രമൈസിലോട്ട് വരാം. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്കത് നിയമത്തിന്റെ രീതിയിലോട്ട് പോകേണ്ട വരും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ചേച്ചി ഇതിനകത്ത് നിയമത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ സത്യമാണ് പറയുന്നത്, വെറും ഒരു 500-2000 രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ എടുത്തില്ല, അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു ശരി, അപ്പൊ നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടാം, ഇതുപോലെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്ത ആരെങ്കിലും വേറെ സ്റ്റാഫുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് കൊടുത്തോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞതും ഈ 3 പേരും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ നമ്പേഴ്സിൽ നിന്നും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, കാലി വീഴാം, അങ്ങനെ ഒരു സ്റ്റോറി ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടാൽ ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ അവർ പറഞ്ഞു, അല്ല ചേച്ചി അങ്ങനെ ഇട്ട നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മൾ കള്ളികളാന്ന് വിചാരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളികളല്ലല്ലോ, കുടുംബക്കാർ ചോദിക്കുമ്പോൾ പറയണം അത് വേറെ ആരെയോ പറ്റി ഇട്ടതാന്ന് പറയണം എന്ന് പറഞ്ഞു. സ്റ്റോറി ഇട്ടതും ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല, എനിക്ക് എന്റെ OBOC അക്കൗണ്ടിൽ ഞാൻ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിയാ കൃഷ്ണയിലും ഉണ്ടായിരുന്നു. രണ്ടിലും ഒരു ഒരു എന്താ പറയുക, ഒരു വേവ് എന്ന് പറയുന്ന പോലെ അത്രയ്ക്കാണ് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് വിത്ത് സ്ക്രീൻഷോട്ട്. നമ്മൾ കടയിൽ വന്നപ്പോൾ ഇതുപോലെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഇത് QR കോഡ് വർക്ക് ആവുന്നില്ല, കുറച്ച് നാളായിട്ട് എററാണ്, നിങ്ങൾ പൈസ ഇട്ട നിങ്ങളുടെ പൈസ പോകും, അതുകൊണ്ട് നമ്മുടെയിലോട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞാണ് പലരും. ഇവര് ചിലവര് ക്യാഷ് തരുമ്പോൾ പറയും ക്യാഷ് വേണ്ട, QR മതി. ചിലവരോട് ബേബി ഇവർക്ക് എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ? ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ചേച്ചികളെ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്, ഞാൻ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്, മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ലേ സുമിച്ചത്, ഞാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ പറയുന്ന മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 കൊടുത്തെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 സ്ക്രീൻഷോട്ട് വേറെ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ, നിങ്ങൾ മുമ്പയോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്.